ട്രെയിലറും പാട്ടും പുറത്തിറങ്ങി. പരീത് ഭണ്ഡാരി എന്ന സിനിമ വെള്ളിത്തിരയിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമേ കാത്തിരിക്കേണ്ടതുള്ളൂ. പക്ഷേ സിനിമയുടെ സംവിധായകൻ ഗഫൂർ ഇല്യാസ് എന്ന ആലപ്പുഴക്കാരൻ വ്യത്യസ്തനാണ്. ആദ്യ സിനിമയുടെ പ്രചാരണത്തിന് ഇതുവരെ ഒരു സംവിധായകനും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് ഗഫൂർ ഇല്യാസ്. ആലപ്പുഴയുടെ ചുവരുകളിൽ സ്വന്തം സിനിമയുടെ പോസ്റ്റർ പതിച്ചത് ഗഫൂറും ചെങ്ങാതിമാരും ചേർന്ന്. ഇപ്പോഴത്തെ സിനിമാ ഡയലോഗ് കടമെടുത്ത് പറഞ്ഞാൽ കട്ട ലോക്കൽ സംവിധായകൻ. സ്വയം പോസ്റ്റർ പതിക്കാൻ ഇറങ്ങിയതിന് കാരണം യുവ സംവിധായകൻ തന്നെ പറയും. തിയേറ്ററുകളുടെ സിനിമാ പോസ്റ്ററുകൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. ഇനി എന്നായിരിക്കും നമ്മുടെ സിനിമയുടെ ഒരു പോസ്റ്റർ ഈ ഭിത്തിയിലുണ്ടാവുക എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു. അതിന് ഒരു പോസ്റ്റർ അടിച്ച് കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു വേറെ സന്തോഷമുണ്ട്. ഇത് നമുക്ക് ഒട്ടിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് നാട്ടുകാരും ഒക്കെ ആയിട്ട് ഇറങ്ങി ചെയ്യായിരുന്നു. 6 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഗഫൂർ ഇല്യാസിന്റെ ചിത്രം പുറത്തിറങ്ങുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മിന്നിമറിയുന്ന ജീവിതങ്ങൾ ഈ ചിത്രത്തിലുണ്ടെന്നും ചിത്രം സാധാരണക്കാരന്റെ കഥ പറയുന്നുവെന്നും സംവിധായകൻ വെളിപ്പെടുത്തുന്നു. സാധാരണക്കാരൻ്റെ കഥയാണ് അതാണ് എൻ്റെ വ്യൂ പോയിന്റ്. ഇത് വലിയ ഗിമ്മിക്സുകളോ ഭീകര പരിപാടികളോ ഒന്നുമല്ല സിനിമ. പക്ഷെ അത് വളരെ ലളിതമായി ഭയങ്കര റിയാലിറ്റിയോട് കൂടി സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കലാഭവൻ ഷാജോൺ നായക കഥാപാത്രത്തിലെത്തുന്ന ആദ്യ ചിത്രമെന്ന പ്രത്യേകതയും പരീത് ഭണ്ഡാരിക്കുണ്ട്. ജോയ് മാത്യു അടക്കമുള്ള പ്രമുഖർ ചിത്രത്തിൽ വേഷമിട്ടിട്ടുണ്ട്. വരുന്ന വെള്ളിയാഴ്ച ചിത്രം തിയേറ്ററുകളിലെത്തും. പക്ഷേ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഗഫൂർ വിവരിക്കുന്നത് ഇങ്ങനെ. ഇതൊരു പ്രസവ വേദനയായിട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഒരു 10 മാസം 9 മാസത്തിലൊക്കെ പേറും. അപ്പോൾ നമ്മളുടെ ഒരു അവസ്ഥ ഒരു 6 വർഷമായിട്ടൊരു ഗർഭം ധരിച്ചൊരവസ്ഥയുണ്ട്. അതിപ്പോൾ പേറ്റുനോവിലാണ്. 17-ാം തീയതി ആണ് ഡേറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. കുഞ്ചാക്കോയും ഫാസിലും നെടുമുടി വേണുവുമൊക്കെ പയറ്റി തെളിഞ്ഞ ആലപ്പുഴ തൻ്റെ സിനിമാ സംവിധായക ജീവിതത്തിന് ശുഭാരംഭം കുറിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗഫൂർ ഇല്യാസ്. ഇതുപോലുള്ള മക്കളെ ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൂടെ കൂട്ടരുതായിരുന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.